guys, welcome back to our channel. My name is Ramashno. അപ്പം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ പ്രിൻസും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നിവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 9th ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡ് സമയമാണ്. അപ്പം സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോ ഇടുന്നതാണ്. ഓക്കെ, അപ്പം ഈ ചാനൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളെ എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ അഭിപ്രായത്തിലുള്ള 9th പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാനൽ ഉപകാരപ്രദമാകുമെന്നാണ് വിശ്വാസം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് പഠിപ്പിക്കുന്നത് പ്രിൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ രണ്ടുപേരുമായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ന് പ്രിൻസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങളെല്ലാവരും പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും പ്രിൻസിന്റെ അടുത്തോളൂ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നത് എല്ലാം ബ്രഹ്മാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇംഗ്ലീഷ്. സ്റ്റേറ്റ് സിലബസിൻ്റെ 9th ക്ലാസ്സിലെ ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ റേസ് ആണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടോ? The race. Tarun was a mediocre student. His grade could barely satisfy his parents. എന്താണ് നമ്മുടെ തരുൺ ഒരു മീഡിയോക്കർ സ്റ്റുഡൻറ്? മീഡിയോക്കറിൻ്റെ അർത്ഥം എന്താ? ഒരു ആവറേജ്. എന്തുകൊണ്ടാണ് ആവറേജ് ആയതാണ്? മറ്റൊന്നുമല്ല, നമ്മുടെ ക്ലാസ്സിൽ പലരും ഉഴപ്പിടപ്പുണ്ടല്ലോ, അതുപോലെ അവനും അത്ര മാർക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ആരൊക്കെ ഒന്നും ആ മാർക്ക് അത്ര സാറ്റിസ്ഫൈയും ആണ്. ഓക്കെ, ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിന്റർ ഓർ ഈവൻ ആൻ ആക്ടർ. ഹി ഓൾവേസ് തോട്ട് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was no good at anything like that. അപ്പോൾ എന്താണ് തരുണിൻ്റെ പ്രശ്നം? എന്താണ്? അവൻ്റെ ചേട്ടൻ, അതായത് ഇപ്പം നിങ്ങൾക്കൊരു ചേട്ടനുണ്ടെങ്കിൽ നിങ്ങൾ ഉഴപ്പി നടക്കുകയാണ്, പരീക്ഷിക്കുന്ന മാർക്ക് മേടിക്കാതെ ഉഴപ്പി ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ കുടുംബത്തിൻ്റെ വില കളയണം. അങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾക്കൊരു ചേട്ടൻ ഉണ്ടാവും. അപ്പം ചേട്ടൻ ഉണ്ടാവുന്നതല്ല, നിങ്ങൾ ചേട്ടൻ ഉണ്ടാവുമെന്ന് ചിന്തിക്കുക. ആ സമയത്ത് നിങ്ങളെ ചേട്ടൻ ഇപ്പോൾ ഒരു റെപ്യൂട്ടഡ് കോളേജിലാണ് പഠിക്കുന്നത്, വലിയ ഫേമസ് കോളേജും ഭയങ്കര ബുദ്ധിയും എല്ലാത്തിനും ഭയങ്കര കഴിവൊക്കെ ഉള്ള ആളാണ്, ഭയങ്കര സ്പോർട്സ്മാനും ഭയങ്കര ഡാൻസറും സിംഗറും ഒക്കെ ഉണ്ട്. അങ്ങനെ ആണ് നിങ്ങളെ അമ്മ പറയുന്നത്, ചേട്ടനെ കണ്ടുപിടി എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കൊരു ചേച്ചിയുണ്ട്. അപ്പോൾ അമ്മ എപ്പോഴും പറയും ചേച്ചിയെ കണ്ടുപിടി എന്ന് പറയും. എനിക്ക് നല്ല അനുഭവം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചേട്ടനോ ചേച്ചി അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുഭവം കാണും. അപ്പം തരുണിൻ്റെ ചേട്ടനാണ് അവൻ്റെ ഫാമിലി എപ്പോഴും വളരെ ഫേമസ് ആക്കി വെച്ചിരുന്നത്. അപ്പോൾ അവനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലായിരുന്നു ഫാമിലിക്ക് എന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കിടക്കാം. ഓക്കെ, however he was blessed with the strength of a great athlete. അപ്പോൾ എന്താണ്? പക്ഷേ നമ്മൾ ജനിച്ച് വീഴുമ്പോഴേ നമ്മളിൽ എല്ലാവരിലും ഒരു കഴിവ് ലഭിച്ചിട്ടുണ്ട്. അത് പലർക്കും പക്ഷെ മനസ്സിലാകത്തില്ല. എന്താണ്, ഏത് കഴിവാണ്, ഏത് തരത്തിലുള്ള കഴിവാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോൾ തന്നെ എൻ്റെ കാര്യം എടുത്താൽ എനിക്ക് എന്ത് ഉപയോഗമാണുള്ളതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതുപോലെ ഇപ്പം പലർക്കും അവരുടെ കഴിവ് എന്താണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ചില അവസരങ്ങളിലാണ് അവരുടെ കഴിവ് പുറത്തു വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒന്നും പഠിക്കാതെ നടക്കുന്ന ഒരാളാണെങ്കിൽ അവൻ നന്നായി പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ നടക്കുമെന്ന് വിചാരിച്ചു, പെയിൻറ്റിങ് മത്സരം. അപ്പം പെയിൻറ്റിങ്ങിന് ആ സമയത്ത് ആണ് അവൻ്റെ കഴിവ് പുറത്തു വരുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു പോകാം, നിങ്ങൾ സ്കൂളിൽ പോവുകയാണ്. അപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ, ഇപ്പം എൻ്റെ കാര്യം തന്നെ വിചാരിച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബ്രഹ്മയാണ്.
അപ്പോൾ സംഭവം അവൻ അത്ര പഠിക്കത്തൊന്നും ഇല്ലായിരുന്നു മുമ്പ്. ഇപ്പം നല്ലോണം പഠിക്കും കേട്ടോ. അപ്പോൾ മുമ്പ് അവൻ അത്ര എന്നെപ്പോൾ ഞാനും അവനും ഒക്കെ കുറച്ച് ഉഴപ്പി നടന്ന ആളുകളാണ്. അപ്പം ആ സമയത്താണ് നമ്മളുടെ ഒരു കഴിവിലേക്ക് വന്നത്. അവൻ നല്ലോണം പടം വരയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഴിവുകൾ എനിക്ക് അവനെ അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ നന്നായിട്ട് പഠിപ്പിക്കും. അത് ഞാൻ പറഞ്ഞാൽ പോരല്ലോ, നിങ്ങളല്ലേ പറയേണ്ടത്. അപ്പോൾ അത് വിട്. അപ്പം ഇങ്ങനെയുള്ള കഴിവുകൾ പുറത്ത് വരണത് ചില അവസരങ്ങളിൽ മാത്രം. അപ്പം തരുണൻ എന്തരായിരുന്നു അവനുള്ള കഴിവ്? അവനുടെ അത്ലറ്റ് ആവാനുള്ള കഴിവുണ്ടായിരുന്നു. അവന് ദൈവം കൊടുത്തായിരുന്നു ഒരു കഴിവ്. എന്തെങ്കിലും കഴിവ് കാണും എല്ലാവർക്കും. അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് വീണ്ടും പാഠത്തിലേക്ക് ഇറങ്ങാം. He was an excellent runner. അത്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്തോരം അത്ലറ്റ്സ് ഉണ്ട്. ഇപ്പം ജമ്പിങ് ഉണ്ട്, റണ്ണിങ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവ എന്തെല്ലാം ഒരു കഴിവാണ്? നമ്മുടെ തരുൺ എന്തരാണ്? അപ്പം ഒരു റണ്ണറാണ്. ഒരു റണ്ണറാണ്. ഇനി അടുത്തത്, he would run for hours, be it day or night. രാത്രിയെന്നോ പകലോ ഇല്ലാതെ യമൻ കിടന്ന് ഓടും. ഇത്ര നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. പക്ഷേ നമുക്ക് കവി പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവന് ഓടാനുള്ളത് അത്രയ്ക്കും വേണ്ടി ഭയങ്കര ഡിറ്റർമിനേഷൻ അവന് ഓടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവുമാണ്. ഓക്കെ, അപ്പോൾ സത്യത്തിൽ ഉള്ള അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ രാത്രിയും പകലും വരെ ഓടും. അവന് ഓടാൻ ഭയങ്കര ഇഷ്ടമാണ്. അത്ര മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. Whenever he felt sad and lonely, he exhausted himself by running. അപ്പോൾ എന്തിനാണ് അവൻ എപ്പോഴൊക്കെയാണോ തനിച്ചാണുള്ളത്, അല്ലെങ്കിൽ അവന് ദേഷ്യം, ഡിപ്രഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൻ എന്താണ് ഓടുന്നത്? അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ഓടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവൻ ഓടിയാണ് അവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം തീർക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളാണെന്ന് വിചാരിക്കാം. നിങ്ങളിപ്പം വീട്ടിലായിരിക്കില്ല, നിങ്ങൾ തനിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? പറയും ഫോണിൽ കുത്തണമെന്നല്ലേ, അല്ലെങ്കിൽ TV കാണണമെന്ന് പറയും. ചിലർ കാണും, സൈക്കിൾ കിട്ടാൻ പോകും, ചിലപ്പോൾ പുറത്തെന്തെങ്കിലും എക്സ്പെരിമെൻ്റ് നടത്തി തീയൊക്കെ കത്തിച്ച് പണിയുണ്ടാക്കി വയ്ക്കും. ഇല്ലെങ്കിൽ ചിലർ എക്സ്പ്ലോറേഷൻ നടക്കും. അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ബോറടിയൊക്കെ മാറ്റാനും എല്ലാമൊക്കെ ചെയ്യാനും അതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആ സമയത്ത് തരുൺ എന്തരാണ് നമ്മൾ ചെയ്തത്? തരുൺ ഓടുകയാണ് ചെയ്തത്. ഓക്കെ, തരുൺ അവൻ്റെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഗ്രൗണ്ട് കാണാതെ അവൻ ഓടത്തില്ലല്ലോ. അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റൊക്കെ ഓടുമായിരിക്കും. അപ്പോൾ അവൻ മണിക്കൂറുകളോളം ഓടുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഇമോഷൻസൊക്കെ അവൻ പെൻഡപ്പ് ചെയ്യാനായിട്ട് അവൻ ഓടുമായിരുന്നു. അത് അടുത്ത സെൻറ്റൻസിലാണ് വരുന്നത്. Thus releasing his pent-up emotions. അവൻ്റെ പെൻഡപ്പ് ഇമോഷൻസ് എന്ന് വെച്ചാൽ പെൻഡപ്പ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നതാണ്. അവൻ്റെ ഇമോഷൻസ് പലതരം ഇമോഷൻസ് ഉണ്ട്. വിഷമമുണ്ട്, സന്തോഷമുണ്ട്, ബോറിംഗ് ഉണ്ട്, അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പം ലോൺലിനെസ് ഫീൽ ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതുപോലെയുള്ള ഇമോഷൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനത്തെ ഇമോഷൻസ് അവൻ ഇല്ലാതാക്കിയിരുന്നത്, പെൻഡപ്പ് ചെയ്തിരുന്നത് ഓടിയായിരുന്നു അവൻ ഇതൊക്കെ ചെയ്തിരുന്നത്. അവൻ മണിക്കൂറുകളിൽ ഓടുമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു. അതാണ് സംഭവം. At times he would miss his school bus and would run to school, which was 5 miles away from their home. അപ്പോൾ എന്താണ്, ചില സമയങ്ങളിൽ അവന് സ്കൂൾ ബസ് മിസ്സാവും. നമ്മളെപ്പോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയടിച്ച് നിന്നാണ്. അപ്പം അവന് സ്കൂൾ ബസ് മിസ്സാവുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? സ്കൂൾ അവൻ്റെ വീട് 5 മൈലുകൾ അപ്പുറത്താണ്. ഒരു മൈൽ എനിക്ക് തോന്നാനില്ല, എനിക്ക് അറിഞ്ഞൂടെ എന്തരാണ്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മൈലെന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവൻ്റെ 5 മൈലാണ് അവൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം. ഓക്കെ, അപ്പോൾ ആ 5 മൈൽ അവൻ എന്ത് ചെയ്യും? ഓടും. നമ്മളൊക്കെ ആണെങ്കിൽ വല്ല സൈക്കിളിൽ ചവിട്ടി, ഇല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചു ഇല്ലേ, അവൻ ഓടിയാണ് പോകുന്നത്. അതാണ് നമ്മളുടെ ഓദർ നമ്മളത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. He just had one dream, to become the fastest runner in the world. അപ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം കാണും. ഇപ്പോൾ എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്നാണ് സ്വപ്നം. അത് നടക്കണമെന്ന് തോന്നുന്നില്ല, എന്തായാലും ഒരു സ്വപ്നമാണ്, അത്ര തന്നെ. അപ്പം നിങ്ങളുടെ സ്വപ്നം എന്തിനാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം എന്താണ്, ഇവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവനൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇവൻ്റെ സ്വപ്നം എന്തിനാണെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണം.
നമുക്കറിയാം യൂസൈൻ ബോൾട്ടിന് എന്തായാലും അവനെ തോപ്പിക്കത്തില്ല, എന്നാലും അവൻ ചിന്തിക്കുകയാണ് നമ്മളെ പോലെ അവന് എന്താണ് വിചാരിച്ചാൽ പറ്റും എന്നുള്ള ഒരു രീതിയിൽ അവൻ ചിന്തിക്കുകയാണ്. ഐ വോണ്ട് ടു ബിക്കം ദി ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ് എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോൾ Tarun did not know how to achieve his dream. On one hand, his parents did not. Sorry, guys. On one hand, his parents hated his running and wanted him to concentrate on his studies, which he never did. On the other hand, he belonged to a middle class family, and Tarun knew that to achieve his dream, he needed intense training. അപ്പോൾ എന്താണ് വല്ല മനസ്സിലായോ? ഇല്ലല്ലേ, ചിലർക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്താണ് തരുൺ അവന് സ്വപ്നങ്ങൾ കീഴടക്കാനായിട്ട് അവൻ്റെ മുന്നിൽ കുറേ കല്ലും മണ്ണും അടങ്ങിയ പാതയൊക്കെ ഉണ്ട്. സംഭവം എന്തിനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയ്ക്കും അച്ഛനും അവനെ ഓടുന്നത് ഇഷ്ടമല്ല. ആ കൂടുതലും അവൻ്റെ സ്റ്റഡീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അവൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നത്. അപ്പം അവന് പക്ഷേ അതൊന്നും അത്ര താല്പര്യമില്ല. അവന് താല്പര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ പഠിത്തമാണ്. മനസ്സിലായില്ലേ? അവന് പഠിത്തം എന്ന് പറഞ്ഞത് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമാണ്. അവന് ഓടലാണ് അതിഷ്ടം. അവൻ്റെ ഡ്രീം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഡ്രീം തന്നെ ഹി വാണ്ട് ടു ബിക്കം ദി ഫാസ്റ്റസ്റ്റ് റണ്ണർ എന്നാണ് അവൻ്റെ ഡ്രീം. അപ്പം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവ ഏതറ്റം വരെ നമ്മൾ പോകുമെന്ന് നമുക്കറിയാം. നമ്മൾ തന്നെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഇപ്പം തന്നെ എനിക്കൊരു ഓൺലൈൻ ക്ലാസ്സിനൊരു ഫോൺ വേണമായിരുന്നു. അപ്പോൾ ആ ഫോൺ നേടാനായിട്ട് ഞാൻ ഏതൊക്കെ രീതിയിൽ കൂടെ പോയെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പം ഒരുപാട് വഴക്ക് വരെ ഉണ്ടാക്കി. അപ്പോൾ സംഭവം എന്താണ്, അവൻ ഇത്രയും അവരുടെ ഈ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് ഒരുപാട് സാധനങ്ങൾ അവൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് ഈ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഇവന് എതിരെ നിൽക്കാനായിട്ട് കുറേ സാധനങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയും അച്ഛനും പാരൻസാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവനെ പഠിച്ച് വലിയ ആളായി കാണണം എന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം. പക്ഷേ നമുക്കൊരാഗ്രഹം കാണത്തില്ല, പഠിച്ച് വലുതാവണം മാത്രം മതിയോ? വേണ്ട, നമുക്കൊരു നമുക്കിഷ്ടപ്പെട്ട ജോലി നമ്മൾ കണ്ടുപിടിച്ചാലേ നമുക്ക് ചെയ്യാനായിട്ടൊരു മനസ്സ് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് പാരൻസിൻ്റെത്, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെത്, ട്യൂട്ടോറിയിൽ നിന്ന് സാറിൻ്റെത്, ഇതെല്ലാം കൂടെ പഠിച്ച് നമുക്ക് ഒരു മാതിരി അരച്ച് കളി വെള്ളം കുടിച്ചിട്ട് പരീക്ഷയ്ക്ക് കൊലച്ച് വയ്ക്കുക. അതാണ് സംഭവം ചെയ്യണം. അല്ല, നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിലുള്ള സബ്ജക്റ്റ് ഇഷ്ടമായത്. മാത്സ് ഞാൻ തിരഞ്ഞെടുത്തത് മാത്സ് വേണമെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഇവിടെ മാത്സ് ചെയ്യാനായിട്ടുള്ള ഇതെനിക്കില്ല. കാരണം ബോർഡ് പ്രശ്നമാണ്. ബോർഡ് എവിടെ നിന്നെങ്കിലും ഒപ്പിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഞാൻ മാത്സ് കൂടെ ഇടാം. പിന്നെ ബയോളജി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഫസ്റ്റ് നമുക്കിത് ചെയ്തത് നമുക്ക്. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ഒരു കയ്യിലെ പ്രശ്നം നമ്മൾ പറഞ്ഞോളൂ, ഇനി വേറൊരു കയ്യിലെ പ്രശ്നം ഉണ്ട് അവന്. ഓൺ ദി വൺ ഹാൻഡ് ആൻഡ് അനദർ ഹാൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കയ്യിലെ പ്രശ്നം എന്താണ്, അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഏകദേശമുള്ളവരൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും. അത്ര ലോവറും അല്ല അത്ര ഹയറും അല്ലാത്ത ഒരു നടുക്ക് വയ്ക്കുന്നൊരു ഇതാണ്. അപ്പം അവൻ്റെ അച്ഛനും എല്ലാവർക്കും ഒരു ആവറേജ് ജോലിയാണ്. അപ്പം അവനത്ര പൈസയൊന്നും ഇല്ല കയ്യിൽ എടുക്കാനായിട്ടും. അത്രയും ഇൻറ്റൻസ് ട്രെയിനിങ് വേണം. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ഇപ്പോൾ ഒരു ഫുട്ബോൾ കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു മാസം നല്ല കാശാവും, കുറച്ച് പൈസയാവും നമ്മൾ ഫുട്ബോൾ കോച്ചിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ. അപ്പം എന്താണ്, നല്ല കാശാവും. അതുമല്ലാതെ നമുക്ക് രാത്രി വരെയൊക്കെ നിൽക്കേണ്ടി വരും. ചില ദിവസങ്ങളിൽ അവിടെ ഒരു ദിവസം നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇൻറ്റൻസീവ് ട്രെയിനിങ് നടത്താനായിട്ട് അവൻ്റെ ഫാമിലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതുമല്ലാതെ പൈസയൊന്നും വലിയ. അപ്പോൾ അതായിരുന്നു അവൻ്റെ മറ്റൊരു കയ്യിലുള്ള ഒരു പ്രശ്നം. ഓക്കെ, ഇനി അവ ഈ പ്രശ്നങ്ങൾ എങ്ങനെ മറികടന്നു പോകുന്നത് നമുക്ക് ഇനി കാണാം. ഓക്കെ. When Tarun failed in his terminal examinations, his father was very angry on him. His friends too made fun of him. It was a day he wanted to wipe out from his memory, so he took to run. He ran all around the park. The sun beat down to check his range, but nothing could stop Tarun. After about an hour, he was fully exhausted and fury having subsided.
He threw himself in a bench and started panting heavily. അപ്പോൾ എന്താണ്, ഒരു ദിവസം അവൻ്റെ ടെർമിനൽ എക്സാമിൻ്റെ മാർക്കിന് അവൻ 2 സബ്ജക്റ്റ് തോറ്റു. നമ്മൾ എന്നെ തോറ്റിട്ട് വീട്ടിൽ വന്ന് നമുക്കറിയാമല്ലേ, അമ്മ കാലി തൂക്കിയെടുത്ത് തറയടിക്കും. പക്ഷെ അവൻ്റെ അമ്മ ഒന്നും ചെയ്തില്ല. അവനെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും. നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും. നല്ല കാലം വരുമ്പോൾ കൂടെ നിന്നിട്ട് അഴുക്ക കാലം വരുമ്പോൾ ചതച്ചിട്ട് പോണ കൂട്ടുകാരന്മാരൊക്കെ ചിലരൊക്കെ കാണും. എനിക്ക് ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പം അതില്ല. ഞാൻ ഒട്ടായി കളഞ്ഞത്. അപ്പോൾ സംഭവം എന്താണ്, ഇവൻ്റെ കൂട്ടുകാരന്മാർ ഇവനെ കളിയാക്കി, പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറഞ്ഞത്. ഇവൻ്റെ അച്ഛൻ ഇവനെ വഴക്ക് പറഞ്ഞു. പരീക്ഷയ്ക്ക് തോറ്റ് നീ പഠിക്കാത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ അച്ഛൻ ഇവനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ദിവസം നമ്മളെ മെമ്മറി ഇത് മറച്ചു കളയാനായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് തോന്നും. ഇങ്ങനൊരു ദിവസം വേണ്ടായിരുന്നു, ഞാൻ എന്തിനിവിടെ ജനിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം നമുക്ക് എന്താണ്, നമ്മൾ ഭയങ്കര ഡിപ്രഷൻ തോന്നി, നമ്മൾ ഓരോന്ന് എറിഞ്ഞു പൊട്ടിക്കാനായിട്ടുള്ള ആഗ്രഹത്തിലേക്ക് നിൽക്കും. ഞാനാണെങ്കിൽ വീണ്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് മനസ്സൊക്കെ താന്നിട്ടാണ് തിരിച്ചു കയറി വരുന്നത്. അപ്പം ഇവ എന്ത് ചെയ്യും, ഇവ ഓടും. ഇവ അന്ന് പാർക്കിൽ പോയി ഒന്ന് ഓടി, മണിക്കൂറുകളോളം ഓടിയവൻ. നട്ടുച്ചയായിരുന്നു തോന്നുന്നു, അതാണ് സൂര്യൻ താഴെ ഇറങ്ങി വന്നത്. അപ്പം ടെസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ അവൻ്റെ റേഞ്ച് നോക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ അവൻ്റെ പവർ സ്ട്രെങ്ത് എന്നൊക്കെ അതിൻ്റെ മീനിങ് ഉണ്ട്. ടെക്സ്റ്റൽ മീനിങ് അങ്ങനെയൊക്കെയാണ്. അപ്പം അവൻ്റെ റേഞ്ച് നോക്കുവാനായിട്ട് സൂര്യൻ താഴേക്ക് ഇറങ്ങി വന്നു. എന്നാലും അവൻ സൂര്യനെയും അവൻ തോൽപ്പിച്ച്. കാരണം സൂര്യൻ്റെ ചൂടുണ്ടെന്നും അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ ഓടി. അവന് അത്രയ്ക്ക് വേണ്ടി ദേഷ്യവും കരച്ചിലും ലോൺലിനെസ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ ഓടി തീർത്ത്. എന്നിട്ട് അവന് കുറച്ച് നേരം അവ കയറിയും ഇരുന്നു. അപ്പോൾ ടെസ്റ്റിനകത്തൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്. ഇപ്പം ഞാൻ പറയണം ഐ ത്രൂ എ സ്റ്റോൺ എന്ന് പറയണം. അപ്പം അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ് എന്താണ്, ഞാൻ ഒരു കല്ലെറിഞ്ഞു. ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ്, അവനെ തന്നെ ബെഞ്ചിലേക്ക് എറിഞ്ഞു എന്ന് അല്ല, ഒരിക്കലും അല്ല. ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് എന്ന് പറഞ്ഞാൽ അവൻ ഒരു ബെഞ്ചിലേക്ക് ഇരുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഓദർ കുറച്ചുകൂടെ ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടി ആ വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആ ഒരു വാക്കിൻ്റെ ഒരു എന്തെന്ന് പറയട്ടെ, ഈ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഒരു ഇത് കിട്ടും. നമ്മളിപ്പോൾ പറയുമ്പോൾ തന്നെ ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഇപ്പം ഷീ സെൽസ് സീ ഷെൽസ് ഓൺ എ സീ ഷോർ എന്ന് പറയത്തില്ലേ, അപ്പോൾ അതുപോലൊരു ഫീലിംഗ് എനിക്ക് കിട്ടാറുണ്ട് അത് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങളോട് പറയാൻ ശ്രദ്ധിച്ചത്. അപ്പം ഇത് വേറൊന്നുമല്ല, ഹീ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവൻ ബെഞ്ചിലേക്ക് ഇരുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. പാൻറ്റിങ് എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം വലിക്കുക. നമ്മൾ ഓടിയിട്ടൊക്കെ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ കാണിക്കൂലേ, അപ്പോൾ അതുപോലെ അവൻ ഹെവി ആയിട്ട്. ഇപ്പോൾ ഹെവി റെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയെന്നല്ലേ അർത്ഥം. അതുപോലെ അവൻ ഭയങ്കരമായിട്ട് പാൻറ്റിങ് നടത്താൻ തുടങ്ങി. അപ്പം ആരുടെ അവിടെ നിന്ന് ഇറങ്ങണം, ബോറടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത പാർട്ടിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. ഇറ്റ്സ് മീ പ്രിൻസ് സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സിന്റെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു വീഡിയോ പറ്റിയിട്ട് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ ഡൗട്ട്സോ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9th പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന 9th പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ഇത് നല്ല ഉപകാരപ്രദമായുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്കും തരിക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം ഗൈസ്, എങ്കിലല്ലേ നമ്മുടെ ചാനൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഉപയോഗമുള്ളൂ ഗൈസ്. ഓക്കെ, നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഈ വീഡിയോ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇടുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കെല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനും ഫ്രണ്ട്സും വരുന്നതാണ്. ഓക്കെ, അതുവരേക്കും ടാറ്റാ.